അപ്പോൾ നമുക്ക് ഒരുപാട് ലെജൻസാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ JC ജോസ് സാറാണ്. ഒരുപാട് നാളുകൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകനാണ്. നമുക്ക് അദ്ദേഹത്തിന് തന്നെ തുടങ്ങാം. സർ, സ്വാഗതം. എന്താണ് ശരിക്കും പിൻവാതിൽ? ഈ സിനിമ പറയുന്നത് എന്താണ്? പിൻവാതിലൊരു പ്രതീകമാണ്. ഇന്നത്തെ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തുറന്നു കാണിക്കാൻ പറ്റിയ ഒരു പ്രതീകം എന്ന നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജനാധിപത്യം ഇതിൽ വികലമായ ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടാകുന്നത് ഈ സിനിമയിൽ കൂടി തന്നെ കാണാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം എന്ത് എന്ന് ചിന്തയിലേക്കാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അവസാനിക്കുന്നത്. അവസാനം ഒരു 500 രൂപ നോട്ടിൻ്റെ മേലെ ക്യാമറ സൂം ചെയ്യും. ഗാന്ധിജിയുടെ പടം മാത്രമേ അതിലുള്ളൂ. അവിടെ ജനാധിപത്യത്തെ പറ്റി ഗാന്ധിജി ഒരു ചെറിയ കുട്ടിയോട് പറയുന്ന കുറച്ച് വാക്യങ്ങളുണ്ട്. അത് സഹകരണം, തോറ്റവരോടുള്ള ബഹുമാനം, ആ ഒരു കൊച്ചുകുട്ടിയോട് പറയുന്ന ഒരു നർമ്മബോധവും അവസാനം ഗാന്ധിജി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ നീ ജയിച്ചത് എന്ന് ഒരു ചോദ്യം. വാസ്തവത്തിൽ ആ ഒരു സെൻറ്റൻസിലേക്ക് പോകാനുള്ളതാണ് ഈ മുഴുവൻ ഈ സിനിമയുടെയും സംഭവങ്ങൾ ഒഴുകുന്നത്. മധുഭട്ട് സാർ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും സീനിയറായിട്ടുള്ള ജോർജ് സാറാണ് ഡയറക്ടർ. പിന്നെ ഒരുപാട് പുതിയ ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്തൊരു വ്യത്യസ്തതയാണ്, അതിലൊരു സ്പെഷ്യാലിറ്റി എന്താണ് ഈ ഒരു സിനിമയിൽ കാണുന്നത്? പൊളിറ്റിക്കൽ സാറ്റയറാണ്. അബ്സർഡ് ഡ്രാമ സ്റ്റൈലാണ് ഇതിൻ്റെ. ക്യാപ്ഷൻ്റെ വഴി ആത്മീയമായിരുന്നു അപ്രോച്ച് ചെയ്തിരിക്കുന്നത് റിയലിസ്റ്റിക് അപ്രോച്ചാണ്. പക്ഷേ സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സ് എല്ലാം ലൈഫ് ലൈക്ക് അല്ല. സാറേ, പിൻവാതിൽ എന്ന് പറയുമ്പോൾ പിൻവാതിൽ നിയമനം അങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ കറപ്ഷൻ ഇപ്പോഴും ഒരുപാട് ഇതുപോലത്തുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇപ്പോഴും ഈ പറയുന്ന കറപ്ഷൻ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഗാന്ധിജിയുടെ കേസ് പറയുകയാണെങ്കിൽ ഗാന്ധിജി ചെയ്ത് തെറ്റാണെന്ന് പറയുന്ന ഒരുവിധം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് എന്ത് വ്യത്യസ്തതയാണ് കൊണ്ടുവന്ന ഈ പറയുന്ന പിൻവാതിൽ, ഈ പറയുന്ന കാര്യങ്ങളിൽ ഇനി ഇറങ്ങിയിരിക്കുന്ന സിനിമ അല്ലാതെ ഇപ്പം ഇതിനെന്താണ് പ്രത്യേകത ഉള്ളതെന്ന്? ഇത് ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. എനിക്ക് കാർട്ടൂണുകളോട് ഇഷ്ടവും ആരാധനയുണ്ട്. അപ്പോൾ കാർട്ടൂണിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ ഈ സിനിമ വരിക എന്ന് പറഞ്ഞാൽ ഊതിപ്പെരുപ്പിച്ച കഥാപാത്രങ്ങൾ, യുക്തിയെ കൊഞ്ഞനം കാണിക്കുന്ന സംഭവങ്ങൾ, അസംബന്ധ കാര്യങ്ങൾ. ഒരു അസംബന്ധ സിനിമ ആണെന്ന് പറയാം. അതായത് റിയലിസ്റ്റിൽ നിന്ന് വളരെ മാറി നിൽക്കുന്ന ഒരു കഥയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ്. പക്ഷേ ഈ അയഥാർത്ഥ്യങ്ങൾ നേരെ ചൂണ്ടുന്നത് യാഥാർത്ഥ്യത്തിലേക്കാണ്. അതൊരു ടെക്നിക്കാണ്. അതൊരു സിനിമയെക്കാളും സക്രിയയുടെ ഒരു കഥ പറഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ. സക്രിയയുടെ കഥയിൽ ഒരു കരടി ഒരു മലയാളി യുവതിയെ കല്യാണം കഴിക്കുന്നു, സുഖമായി ജീവിക്കുന്നു. ഇത് കണ്ടിട്ട് ഈ യുവതിയുടെ അമ്മയ്ക്ക് അസൂയ തോന്നുന്നു. എന്നിട്ട് മകളോട് പറയുകയാണ്, ഇതുപോലെ വല്ല കരടികളുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ഒരു സ്ത്രീപക്ഷത്തുള്ള ഒരു രൂക്ഷമായ വിമർശനവും കാഴ്ചപ്പാടും അതിനകത്തുണ്ട്. അതുപോലെ ഒന്ന് പറയുക, വേറൊന്ന് ധ്വനിപ്പിക്കുക. അതായത് ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ഒരു കഥയുടെ പാരലായിട്ട് തന്നെ മറ്റൊരു ജനാധിപത്യത്തിൻ്റെ പുഴുക്കുത്തുകളും ഇങ്ങനെ കാണിച്ചു പോകും. പക്ഷെ അത് വളരെ ഡയറക്റ്റായിട്ടല്ല എന്നുള്ളതാണ്, ധ്വനിപ്പിച്ചുകൊണ്ടേ പോകും. സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടി. സാർ, ഇപ്പോഴും പുരുഷപക്ഷമില്ല, ഇപ്പോഴും സ്ത്രീപക്ഷം മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ? ഇപ്പോൾ പിൻവാതിലായാലും പുരുഷന്മാരെ കാണിച്ചുകൊണ്ട് സാർ പറയുന്നത് സ്ത്രീപക്ഷത്തിൻ്റെ സാർ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അല്ല, സ്ത്രീപക്ഷത്തിന് വേണ്ടിയല്ല, എനിക്ക് വ്യക്തികളേ ഉള്ളൂ, സ്ത്രീയില്ല പുരുഷനില്ല. ഇത് സക്കറിയുടെ ഒരു കഥ ഉദാഹരണമായിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ.
ഇതിനെ ഹീറോയിൻ അല്ലേ? വാട്ട്സ് യുവർ നെയിം? I'm Mihira. Bia. Mihira. Mira. Okay, I think it's entirely different look in the posture. I think you are doing some two looks. You have two looks Yeah, in this two movie. looks. Okay. How did you enter into this group? I got this opportunity through Madhu Ambed sir. Actually, like I'm truly thankful to be part of as a lead actress of this movie, Pinvadil. Is this the first Malayalam movie? This is my first Malayalam movie, and of course, Madhu sir believed in me. He felt that I could handle the emotional depth of the character, because the character is it has two changes. As you said, it's two variations are there, as a girl and as a boy. So he believed in me that I could handle the emotion of the depth of the character. So he recommended me to George sir, and that's how I got the film. Becoming an actor is my childhood dream. So beginning that journey from Malayalam film, with this movie Pinvadil, I feel so special, and I'm so thankful. So this is your first movie? First movie. Okay. In Malayalam it is my Malayalam. Okay. Previously you have done I Kannada? have done Kannada, Telugu and Kannada. Kannada Telugu movies. Hindi also. Okay. I've done as assistant director. I was into movies. Into movie world. Okay. I'm a good ഞങ്ങളിതിനു മുമ്പ് തെലുങ്കിന് വർക്ക് ചെയ്തിരുന്നു. തെലുങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ. അപ്പോൾ സാറിന്റെ കണ്ടെത്തലാണ് അല്ലെ മലയാളത്തിലോട്ട് അമേസിംഗ് ടാലൻസ് ആണ്. ടാലന്റ്. അടുത്ത ഹീറോയിനാണ് അല്ലേ? പേരെന്താ? അതിശ്വ. ഓക്കെ. എങ്ങനെയാണ് ഇതിന് വേറെ മൂവീസ് ചെയ്തിട്ടുണ്ടോ? രഘുറാം. ഓക്കെ. അതിലെ ഹീറോയിൻ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ മുമ്പ് കമ്മിറ്റഡ് ആണ് അല്ലേ ഈ സിനിമ? ഫസ്റ്റ്. ഇതിലെന്താണ് ക്യാരക്ടർ? എന്താണ്? ജാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു പൊളിറ്റീഷ്യന്റെ മകളാണ്. അച്ഛന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടർ. പോസിറ്റീവ് ക്യാരക്ടറാണോ? പോസിറ്റീവ് ക്യാരക്ടറാണ്. പോസിറ്റീവ് ക്യാരക്ടർ. അതിശോ, ഈ സിനിമ പറയുന്ന പിൻവാതിൽ എന്ന് പറയുന്ന മൂവി എത്ര തരത്തിൽ വ്യത്യസ്തമാണ് പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ നിന്ന്? എന്താണ് ഈ പ്രേക്ഷകരെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മൂവിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളൊരു മൂവിയിലൂടെ പറഞ്ഞു പോകും. അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പൊളിറ്റീഷ്യൻ്റെ മകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് ഇന്നത്തെ രാഷ്ട്രീയം പറയാൻ ഉള്ള ഒരു ശ്രമം ഈ ഒരു കഥാപാത്രത്തിലൂടെ സാധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി എന്ന രീതിയിൽ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ കഥാപാത്രത്തിലൂടെ പറയാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടോ? 70%. സാറേ എങ്ങനെയാണ് ഇതിൽ? സാർ നമുക്ക് അറിയാം, ചെറുപ്പം മുതലേ അറിയാം, നല്ല ഒരുപാട് TV സീരിയൽ ആക്ടറായിരുന്നു. അതുപോലെ തന്നെ സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക ടൈപ്പിലുള്ള ഒരു ആക്ടിങ് ആണ്. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. സാർ ഈ സിനിമ വരുമ്പോൾ ഇപ്പോഴും പിൻവാതിൽ എന്ന് പറയുന്ന മൂവിയാണ് വരുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിൻവാതിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നേരെ ഉള്ള കാര്യങ്ങളല്ല. ഇന്നത്തെ എക്സ്പീരിയൻസിന് ശേഷം ഈ സിനിമയ്ക്ക് എന്താണ് പറയാനുള്ളത്? സിനിമ ഇതൊരു യാദൃശ്ചികമായിട്ട് അതിനകത്ത് വന്നു കിട്ടും. വന്ന ഒരു എൻ്റെ സീരിയൽ കണ്ടിട്ട് എന്നെ വിളിച്ചു, അങ്ങനെ ചെയ്താണ്. പക്ഷേ ഞാനവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലും ആവേശമായി പോയി. കാരണം രണ്ട് മഹാന്മാരായ വ്യക്തികളുടെ കൂടെയാണ് ഞാൻ ചെയ്യാൻ പോയത്. ആരാണ് വിളിച്ചത്? വിളിച്ചത് ആരാണ്? വിളിച്ചത് യഥാർത്ഥത്തിൽ പിന്നെ പ്രീതി മാഡമാണ് സാറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ഒരു 10 ദിവസം മുമ്പ് നമ്മളെ വിട്ടു പിരിഞ്ഞു. അവരെൻ്റെ ഏഷ്യാനെറ്റിൽ നടന്നുകൊണ്ട് തന്നെ അമ്മയറിയാതെ സീരിയൽ കണ്ടിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ സാറിന് കൊടുത്തു. സാറുമായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞിങ്ങനെ വേഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. അപ്പോൾ അത് മധുസാറാണ് ക്യാമറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരുടെ ഒക്കെ മുഖത്ത് ക്യാമറ വെച്ച ആ വ്യക്തിയുടെ കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പറ്റാത്ത ആദ്യമായിട്ടാണ് അല്ലേ സാർ? ആദ്യമായിട്ടാണ് എനിക്ക് പറ്റാത്തൊരു സൗഭാഗ്യമാണ് കിട്ടിയത്. ആ ഒരു സ്ത്രീയിലാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ എനിക്കവിടെ ഭയങ്കര ട്രീറ്റ്മെൻറ്റായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുറന്ന്
ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ, യാതൊരു കൺട്രോളും ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ്, അങ്ങനെ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ചെയ്യുന്നത്. സിനിമ പിൻവാങ്ങൽ എന്ന് പറയുന്നത് നിലവിലത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരനാവാൻ വേണ്ടി നമ്മൾ സ്വയം നമ്മളെ വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരന്. എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് പിന്നെ കുട്ടിയുടെ അച്ഛനാണ്. പുള്ളി വളരെ ചെറുപ്പത്തിലെ സിനിമാ മോഹമായിട്ട് ഓടമ്പക്കത്ത് പോയതാണ്. പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമാ നടനാവുക, ആ സിനിമാ നടനായിട്ട് ഈ ലോകത്ത് എല്ലാ ചുവരുകളിലും പുള്ളിയുടെ പോസ്റ്ററുകൾ, പുള്ളിയുടെ പടം വെച്ച പോസ്റ്ററുകൾ വരിക എന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഒന്നും ആവാതെ തിരിച്ചു. സാമ്പത്തികമായിട്ട് പുള്ളി കുഴപ്പമില്ല, ഇവിടെ വന്നൊരു പിന്നെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും പുള്ളിയുടെ മനസ്സിൻ്റെ ആഗ്രഹം ഇപ്പോഴും എനിക്ക് പറ്റാത്ത സൗഭാഗ്യം എൻ്റെ കുട്ടിയിലൂടെ എനിക്ക് സാധിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ സ്വയം നമ്മളെ അങ്ങ് പുകഴ്ത്തി കാണിക്കുക, നമ്മളൊരു വലിയ ഒരു ഉദാഹരണം കാണിക്കുക. അയാളുടെ കൂടെയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ ഇദ്ദേഹം ചെയ്ത കഥാപാത്രം. പുള്ളി ഏതാണ്? പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറാൻ വേണ്ടി വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. പുള്ളി പറയുന്നുണ്ട്, എനിക്കാരും സപ്പോർട്ട് ചെയ്യാനില്ല, അടികളൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ കാര്യം എന്നെ ബൂസ്റ്റ് ചെയ്യേണ്ട എൻ്റെ ജോലി അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു രാഷ്ട്രീയ ഒരു അക്ഷേപകാശ രാഷ്ട്രീയ സിനിമ തന്നെയാണ് ഇത്. അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അതാണ് സിനിമയെ പറ്റി എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇതിലും അതിനകത്ത് അഭിനയിക്കാൻ പറ്റിയ ഒരു വലിയ സൗഭാഗ്യം കിട്ടിയ ഈ രണ്ട് ലെജൻഡുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മഹാഭാഗ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ പ്രേക്ഷകരും ആ സിനിമ കാണണം, അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാം. ഇങ്ങനെയാണ് സാറിൻ്റെ കഥാപാത്രം രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണ് ആ ഒരു കഥാപാത്രം? എൻ്റെ പേര് സുരേന്ദ്രൻ തുള്ളങ്ങാടെന്നാണ്. ഞാനൊരു 28 വർഷം പ്രൊഫഷണൽ നാടകത്തിലായിരുന്നു. ഞാൻ ആദ്യം ഈ സിനിമയ്ക്കകത്ത് വന്ന കാര്യം പറയാം. ഇത് എൻ്റെ പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് പണ്ട് നാടകം കളിക്കുന്നത്. ഞങ്ങൾ രണ്ടൊരു നാടകക്കാരൻ. അപ്പോൾ അന്ന് മുതൽ നമുക്ക് നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ഇദ്ദേഹമാണ് ഈ പടത്തിലേക്ക് ഇങ്ങനെ ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് ഡയറക്ടർ ജോർജ് സാർ പറഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാനത് ഇദ്ദേഹം ഇങ്ങനെ പലപ്പോഴും പറഞ്ഞ തമാശയായിട്ടെടുത്തൊരു കാര്യമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമായിരുന്നു. എന്നെ വിളിച്ചു, ഞാൻ വന്നു, കഥാപാത്രത്തെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ തനി സ്വരൂപമാണ്. അദ്ദേഹം ആദ്യം ഒരു ഇലക്ഷൻ നിൽക്കും, പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടത്ത് നിന്ന് ഒരാളെ കുതികാലി വെട്ടി തോപ്പിച്ചു കളയുക. പക്ഷെ അന്ന് ഇയാൾ കുറേ പലിശയ്ക്ക് കാശെടുത്തത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ഇത് ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, അപ്പോൾ എൻ്റെ PA ആക്കാൻ നമുക്ക് ഇഷ്ടം പോലെ കൈയിട്ട് പോരാവുന്ന ഒരു പ്രലോഭനം കൊടുത്താണ് ഈ പുള്ളിയിൽ കാശ് വാങ്ങുന്നത്. പക്ഷെ ഞാൻ തോറ്റുപോയി കഴിഞ്ഞപ്പോൾ ഈ കാശ് കിട്ടാൻ പുള്ളി പിടിച്ചതിൻ്റെ വേലക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. പക്ഷെ അവിടെ നിന്നാണ് ഈ രാഷ്ട്രീയക്കാരൻ്റെ കുതന്ത്രം തുറന്നത്. എങ്ങനെ നമ്മളെ ആര് ചതിച്ചോ അവരിലൂടെ തന്നെ ആ കാശ് തിരിച്ചു പിടിച്ച് എങ്ങനെ വീണ്ടും ജയിക്കാം എന്നുള്ളൊരു കളിയാണ് കളിക്കുന്നത്. ആരെയും നിരോധിക്കാതെ ഒന്നുമില്ലാതെ ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന സകല ഈ പരിപാടികളകത്ത് കാണിക്കുന്നു. അവരുടെ കാശും കൊണ്ട് സ്വയം ബൂസ്റ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് അവസാനം തോറ്റു പോകുന്നൊരു സ്ഥിതി വരുമ്പോൾ സ്വയം കേസുണ്ടാക്കി ഒരു പെണ്ണെ കൊന്നൊന്ന് കേസുണ്ടാക്കി ജയിലിൽ കിടന്നുകൊണ്ട് ആ പെണ്ണുകൾ മാറ്റുന്ന ഒരു പെൺകുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അതിനെ ഇലക്ഷൻ്റെ തലേദിവസം തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് പിന്നെ പുള്ളി അതുവരെ പുള്ളി സത്യസന്ധരായിട്ട് നിന്ന കക്ഷി പിന്നെ പുള്ളി ഈ കാശ് കൈ വരുമ്പോഴത്തേനും ഈ പലിശയ്ക്ക് എന്ന പുള്ളിക്ക് കാശ് കൊടുത്ത് പുള്ളിയെ നമ്മുടെ അടിമയാക്കുക. അതുപോലെ പുള്ളിയെ കുട്ടമ്പുള്ള സാറെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ പുള്ളി അവസാനം എന്നെ കൃഷ്ണൻ സാറെന്ന് വിളിപ്പിക്കേണ്ട ഗതിയിലേക്ക് വരും. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന എല്ലാ പരിപാടിയുണ്ട്. തന്ത്രശാലിയാണ്. പക്ഷെ ആ തന്ത്രം വന്നുകൊണ്ട് അവസാനം പുള്ളി ഭയങ്കര ഈ പണം വന്ന് കയറി അഹങ്കാരിയാകുന്നു. അതിൽ നിന്നുള്ള പതനമാണ് ലാസ്റ്റ് കാണിക്കുന്നത്. അതൊരു നല്ല കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒരു തുടക്കം പോലെ വരുമ്പോഴത്തേനും പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രമാണ്. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് മധുവമ്പാട്ട് സാറിന്റെ ക്യാമറയിൽ നമ്മുടെ പ്രശ്നം കാണാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ അവസരമാണ്. അതെ. പിന്നെ ജോർജ് സാർ കരിമ്പനക്കകത്ത് ജയനും ഒക്കെ കുതിരോട്ടം പപ്പു അങ്ങനെയുള്ള വലിയ നടന്മാർക്കും നടിമാർക്കും എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിന്റെ ആ തൂലികയെന്ന് ഉണ്ടായ ഒരു കഥാപാത്രം എന്നിലൂടെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ഓസ്കാർ പോലെ ഞാൻ കരുതുന്നതാണ്. ഈ പടത്തിനകത്ത് ഒരുപാട് പിൻവാതിൽ കാഴ്ചകളുണ്ട്. ആ
അത് നമുക്ക് നേരെ കാണിച്ചു തരികയാണ് ഈ പടത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ ജോർജ് സാർ. നമ്മൾ മുൻവാതിലൂടെ കാണുന്ന കാഴ്ചകളല്ല യഥാർത്ഥ കാഴ്ച. അതിൻ്റെ പുറകിലേക്ക് തീക്ഷ്ണമായ ഈ നാവിയ ഒരുപാട് കഥകളുണ്ട്. അതിൻ്റെ ഒരു പരിധി വരെ നമ്മളെ കാണിച്ചെന്ന് ആ അധർമ്മത്തിനെതിരെ കൈ ചൂണ്ടാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർക്കിനകത്ത്. പിന്നെ ഇത് വിലയിരുത്തേണ്ടത് മുഴുവൻ പ്രേക്ഷകരാണ്. നമ്മൾ നല്ലൊരു സംഭവം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രേക്ഷകരിലേക്ക് മാർച്ച് ആവലെത്തിക്കുകയാണ്. അത് കണ്ട് അവർ വിലയിരുത്തട്ടെ. സാറേ ഇതിൻ്റെ എഴുത്ത് സാറായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഈ സ്ക്രിപ്റ്റ് സാർക്ക് ഇതിൻ്റെ ഒരു ആശയം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ എത്രത്തോളം എടുക്കുമെന്നുള്ള കാര്യങ്ങൾ ചിത്രീകരണത്തിൽ നമ്മളിപ്പോൾ എഴുതി വരുന്ന സാധനങ്ങൾ അത് ഡയറക്റ്റ് ചെയ്ത് വരുമ്പോൾ അത് വേറെ രീതിയിലേക്കായി മാറാൻ ചാൻസ് ഉണ്ടല്ലോ. സാറ് അതിൻ്റെ ഈ എഴുത്ത് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതിൻ്റെ എഴുത്ത് വന്നപ്പോഴും കഥ പറയുമ്പോഴുള്ള ഒരു രീതിയും എഴുതിയപ്പോഴും ഈ ചിത്രീകരണം വന്നപ്പോൾ അത് എങ്ങനെയായി മാറി എന്നുള്ളതാണ് ചോദിച്ചത്. എപ്പോഴും എഴുതി വയ്ക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസം ഷൂട്ടിംഗ് സ്പോട്ടിൽ വരാറുണ്ട്. കാരണം ഒരു കൂട്ടം ക്രിയേറ്റീവ് ജീനിയസുകൾ കൂടെ ഇതിനകത്ത് വരും. പ്രത്യേകിച്ച് മധു അമ്പാട്ട് നമ്മൾ പല സീനുകളും വായിച്ച് ഓക്കെ ചെയ്തത് തന്നെ സ്പോട്ടിൽ വന്ന് വലിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ഈ ആർട്ടിസ്റ്റുകളും കുറേ സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ കേട്ടത് ഒരു സീനിയർ ആയിട്ടുള്ള ഡയറക്ടർമാരും അല്ലെങ്കിൽ ക്യാമറമാന്മാരും ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറില്ല, കറക്റ്റായിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുള്ളൂ, അത് ഒരു സിസ്റ്റമായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ ചോദിച്ചതാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ രീതി അതല്ല. മധുവും അത് തന്നെയാണ്, ഇംപ്രവൈസേഷൻ എപ്പോഴും. അപ്പോൾ ചിലപ്പോൾ ഒരു സീനിൽ ഒരു വലിയ സീൻ 1-2 ലുക്കുകളിൽ കൂടെ അവസാനിപ്പിച്ചൊന്നും വരും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ, ഈ മൊണ്ടാഷുകൾ എന്ന് പറയുന്ന ആ ഒരു സംഗീതം ജനാധിപത്യത്തിൻ്റെ വികലമായ കാര്യങ്ങൾ കാണിക്കുവാൻ വേണ്ടിയുള്ള കുറേ ഷോട്ടുകൾ, ഒരു സോങ് മുഴുവൻ അങ്ങനത്തെ ഷോട്ടുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. ഒരാൾ ഈ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ചീട്ട് കളിക്കുമ്പോൾ രാജാവിനെ 2 പേരെടുത്ത് പിടിക്കുകയാണ്. അപ്പോൾ സാധാരണ കാണുന്ന ചീട്ടിനേക്കാൾ ഒരു ആൾ രൂപത്തിലുള്ള ചീട്ടായിട്ട് ഇത് ശരിക്കും എടുത്തിട്ടാണ് കാണിക്കുന്നത്. അവരിങ്ങനെ കൊണ്ടു നടക്കുകയും ആളുകൾ പൂജിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേറെ 2 പേര് ജോക്കറിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വരും. അപ്പോൾ രാഷ്ട്രീയം ഒരു ജോക്കറിൻ്റെ ലെവലിലേക്ക് അധപ്പതിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ഷോട്ടുകൾ, ദൃശ്യങ്ങൾ, മൊണ്ടാഷുകൾ എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ ഇതിൽ സീനിനകത്ത് പലപ്പോഴും കാണിക്കാൻ പറ്റിയിട്ടില്ല, സാധിക്കുകയല്ല, ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സാർ, കരിമ്പന എന്നുള്ള സിനിമയാണ് സാറ് എഴുതിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നതും ഇന്നും ഓർക്കുന്നതാണ്. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പണ്ടത്തെ രീതിയിലായിരിക്കില്ല. അപ്പോൾ ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്, എഴുത്തിൻ്റെ രീതിയിൽ ശ്രദ്ധിക്കാറുണ്ട്? അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സബ്ജക്റ്റിനെ നമ്മൾ സമീപിക്കുമ്പോഴും ഓരോ രീതിയായിരിക്കും. ഇപ്പോഴും ഒരു ഗ്രാമീണ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ കരിമ്പനയുടെ അതേ രീതി തന്നെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് അത്ര ഗ്രാമങ്ങളല്ലല്ലോ, ഇന്ന് ഗ്രാമങ്ങളെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളെ ഇല്ല. അഥവാ എടുക്കുകയാണെങ്കിൽ ഒരു പഴയ കഥ എന്ന നിലയിൽ എടുക്കേണ്ടി വരും. പിന്നെ ഈ മാനുഷിക മൂല്യങ്ങൾ, മനപ്പോരാട്ടങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇത് എല്ലാ സിനിമയിലും ഉണ്ടാവേണ്ടതാണ്. അതില്ലെങ്കിൽ അത് ജനങ്ങളിൽ എത്തുകയില്ല. കാരണം ബുദ്ധിയെ മാത്രം സ്പർശിച്ചാൽ പോരാ, ഹൃദയത്തെ സ്പർശിക്കണം. ഞാനെപ്പോഴും ഈ രണ്ടാമത്തെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ചിരിയാണെങ്കിലും ശരി, ചിന്തയാണെങ്കിലും ശരി, ആദ്യം ഹൃദയത്തിൽ പോവുക. അത് കഴിഞ്ഞിട്ട് ബുദ്ധിയിൽ ഒരു ആശയമായിട്ട് വയ്ക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുള്ളൂ. ഇപ്പോൾ ജയൻ സാറിൻ്റെ കരിമ്പന എന്ന് പറഞ്ഞ സിനിമ എഴുതിയതുകൊണ്ട് ചോദിക്കുന്നത്, ഇപ്പോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ പിന്നീട് അങ്ങനെ ആരും ഇല്ല. പക്ഷെ വളരെ പെട്ടെന്നേ പിരിഞ്ഞു. ഇന്നും അദ്ദേഹത്തിനെ ഓർക്കുന്നുണ്ട്, ഇന്നത്തെ ജനറേഷൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട് മനസ്സിലുള്ള. അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മറ്റുള്ള ഏത് നടന്മാരെക്കാട്ടും കൂടുതൽ മരിച്ചിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എനിക്കൊരു അത്ഭുതമാണ്. കാരണം ഈ ജയൻ ഫാൻസ് അസോസിയേഷൻ ഒരു 3-4 പേരുണ്ട്, 3-4 ഗ്രൂപ്പുകളുണ്ട്. കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഒക്കെ. ഇവരെല്ലാം എന്നെ കരിമ്പനയുടെ എഴുത്തുകാരനെന്ന നിലയിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന ഈ സ്നേഹം, ആരാധന, ഇത് അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അനലൈസ് ചെയ്തിട്ട് ഒരിക്കൽ സംസാരിച്ചു. ലോകത്തിൽ
വളരെ സൂപ്പർ സ്റ്റാറായ കുറച്ച് പേരുണ്ട്. ഒന്ന് ബ്രൂസ്ലി, പിന്നൊന്ന് ചാർലി ചാപ്ലിൻ. ഇവർ രണ്ടുപേരും അവർ തന്നെ തിരക്കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സിനിമകളാണ് പുറത്തെത്തിച്ചത്. ജയൻ സ്വന്തമായിട്ടൊരു സിനിമ എഴുതിയിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല, സംവിധാനം ചെയ്തിട്ടില്ല. ആരൊക്കെയോ ചെയ്തിരുന്ന കാര്യങ്ങൾ ജയൻ പ്രത്യക്ഷപ്പെട്ടെന്നില്ല. അപ്പോൾ ആ ജയനെ ഈ 50 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ ഓർക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു നിർവചനം കൊടുക്കാനോ വ്യാഖ്യാനിക്കാനോ ഞാൻ എത്ര വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല. അത് അസാധാരണമായ ചില പിറവികൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുപോലെ ഒരു മറ്റു നടൻ പിന്നീട് വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പലരും പറയാറുണ്ട് ചർച്ചകൾ, അതുപോലെ ഒരു നടൻ പിന്നീട് വന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ. അതുപോലെ ഒരു നടൻ വന്നിട്ടില്ല. കാരണം ജയൻ അഭിനയം കൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ടോ ആ അപ്പിയറൻസ് കൊണ്ട് അദ്ദേഹം ആളുകളെ കയ്യിലെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ വാസ്തവത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇന്ത്യയിലെ തന്നെ വേൾഡിൽ തന്നെയുള്ള വലിയ നടന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഇതാണ്. പക്ഷെ അവർ ഏതെങ്കിലും ചില പടങ്ങളിലൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് റിജക്റ്റ് ചെയ്യും. പക്ഷെ ജയൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ജയനെ കണ്ടാൽ മതി. അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അത്ഭുതം എനിക്കും ഉണ്ട്. ഇത് ആക്ടേഴ്സ് ഏകദേശം എല്ലാവരും കുറച്ച് സീനിയറായിട്ട് ആക്ടറാണ്, ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിട്ട് തോന്നി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തതാണോ അതോ ആക്ടേഴ്സിൻ്റെ? പുതുമുഖത്തിനുള്ള പ്രധാന കാരണം ഞാൻ പ്രൊഡ്യൂസറാണ്. താരങ്ങളിലേക്ക് പോവാത്തതാണോ? താരങ്ങളിലേക്ക് പോയാൽ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ടാണോ? താരങ്ങളെ സമീപിച്ചിരുന്നോ, അല്ലെങ്കിൽ റിജക്ട് ചെയ്തോ, അങ്ങനെ ഇല്ല, എന്തെങ്കിലും? പുതിയ പ്രൊഡ്യൂസർ ആയതുകൊണ്ടുള്ള ദാരിദ്ര്യം. പിന്നെ എനിക്ക് പുതുമുഖങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മമ്മൂട്ടിയും നെടുമുടിയും ഒക്കെ പുതുമുഖങ്ങളായിരുന്ന സമയത്ത് ആദ്യമായിട്ടല്ല, മമ്മൂട്ടിയുടെ 2ാമത്തെ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നു. നെടുമുടിയുടെ 3ാമത്തെ പടമായിരിക്കും കോമരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അതൊക്കെ അവർ കാണിച്ചിരിക്കുന്ന പലതും അവർ എന്നിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സെറ്റിൽ നിന്ന് അവർ പുറത്തു പോവില്ല. അവരുടെ അഭിനയം കഴിഞ്ഞാലും ബാക്കിയുള്ള കണ്ടുകൊണ്ടിരിക്കും. ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം ഞങ്ങൾ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ വന്നിരിക്കും. അഭിപ്രായങ്ങൾ പറയും. ചില നടന്മാർക്ക് ചില കാര്യങ്ങൾ എനിക്ക് അഭിനയിച്ച് കാണിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലുള്ള ആളാണ്. അഭിനയിക്കാൻ അറിയാം, പക്ഷെ ഒരു സംവിധായകൻ അഭിനയിച്ച് കാണിച്ച് അതുപോലെ ചെയ്യണം എന്ന് പറയാൻ പാടില്ല. പക്ഷെ നെടുമുടി വേണേനോട് പറയും, വേണം അതൊന്ന് കാണിച്ചു കൊടുക്കുക എങ്ങനെ. എന്നിട്ട് ഇവരോട് പറയും, ഇതാണ് ഒരു രീതി, ഇനി നിങ്ങളുടെ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പുതുമുഖങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു അസാധാരണമായ കോഓപ്പറേഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ പുതുമുഖ ഡയറക്ടർ മമ്മൂക്ക കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ അറിവുകൾ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഫസ്റ്റ് ചെയ്യുന്ന പടത്തിന് അത്ര നാൾ പഠിച്ച എല്ലാ എക്സ്പീരിയൻസും കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. ഡയറക്ടേഴ്സ് പുതുമുഖങ്ങളായി കഴിഞ്ഞാൽ അതിൽ ഗുണങ്ങളുണ്ടാകും. എനിക്കത് ചോദ്യം ശരിക്കും മനസ്സിലായില്ല. അതായത് മമ്മൂട്ടി പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നത്, ഒരു സംവിധായകൻ അവരുടെ എല്ലാ അറിവും അല്ലെങ്കിൽ അവരുടെ എല്ലാ എഫേർട്ടും ആദ്യത്തെ ഒരു സിനിമയിലായിരിക്കും ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അത് ഹിറ്റായാലും 2ാമത്തെ സിനിമ ചിലപ്പോൾ ഉഴപ്പി തുടങ്ങാം. അതൊരു ഏറ്റവും എനർജി ഇടുന്നത് ആദ്യത്തെ സിനിമയ്ക്കായിരിക്കും എന്ന് പറയാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സാധ്യതയുണ്ട്. കാരണം ഈ ആദ്യത്തെ സിനിമ ആണെങ്കിലും അയാൾ വർഷങ്ങളോളം ചിന്തിച്ചിരുന്ന ഒരു തീമായിരിക്കും. അതിനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വലുതാക്കി സാക്ഷാത്കരിക്കാൻ ഉള്ള ശ്രമം. പിന്നെ ആദ്യത്തെ ശ്രമം എന്ന നിലയിൽ എല്ലാ എഫർട്ടും അതിൽ ഉപയോഗിക്കും. 2ാമത്തെ സിനിമ ആകുമ്പോൾ പുറത്തുനിന്നുള്ള മറ്റു പല ശക്തികളും ഇയാളെ സ്വാധീനിക്കാം. അയാൾക്ക് ഇടിക്കുന്ന ഫെയിം, പിന്നെ ഇയാളിൽ നിന്ന് ഇയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ശക്തികൾ വരാം. പറ്റിയൊരു പ്രൊഡ്യൂസറെ കിട്ടിയില്ല എന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വിപരീതമായി അനുസ്യൂതം വളരുന്ന സംവിധായകരുമുണ്ട്. ഇപ്പോൾ മധു സാർ ഒരുപാട് സംവിധായകരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു സാർ കൂടുതൽ ഒരുപാട് പുതിയ സംവിധായകരുടെ കൂടെ അല്ലെങ്കിൽ യുവ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. അതെന്താണ് അവരായിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു അവർ സാറിനെ വിളിക്കുന്നതാണ് ഒരു ഗുരുസ്ഥാനീയനായിട്ട്, അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീനിയർ ക്യാമറാമാനായിട്ട് തോന്നുന്നതുകൊണ്ടാണോ സാറിനെ വിളിക്കുന്നത്? ചോദിച്ചിട്ടുണ്ടോ അവരുടെ അടുത്ത്? അങ്ങനെ ഞാൻ അങ്ങനത്തെ തോട്ട്സ് ന്യൂ ആയിരിക്കും അവര്. പ്രോസസ്
ഫ്രഷ് ആയിരിക്കും. ഫ്രഷ് പ്രോസസ്സ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അതെ. ഇപ്പോൾ ക്യാമറാമാനാണ് ഒരു സംവിധായകൻ്റെ മനസ്സ് എന്ന് പറയും. ഇപ്പോൾ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൊന്നും അല്ലാത്ത കാലത്ത് ക്യാമറാമാൻ കാണുന്നതാണ് സിനിമ, ക്യാമറാമാനെ വിശ്വസിച്ചിട്ടാണ്. ഇപ്പം ഇന്ന് കൂടുതൽ കുറച്ചും കൂടി ടെക്നിക്കലി ഇത് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ഒരു ഡയറക്ടർ നിധി സാറ് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ഒരു ഫിലിം മേക്കിൽ വന്ന് നിൽക്കുമ്പോൾ എത്രത്തോളം ഹെൽപ്പായിട്ടുണ്ട് അത്? ഇമോഷൻസ് റിമെയിൻ സെയിം. ഇമോഷൻസ് മാറിയിട്ടില്ല മനുഷ്യന്മാരുടെ. ടെക്നിക്കാലിറ്റി കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു പ്രോസസ്സ് ഈസി ആയിട്ടുണ്ടോ? ടെക്നോളജി ഈസിയർ നോ. ഈസിയർ എന്ന് പറഞ്ഞോ, ക്രിയേറ്റിവിറ്റി സ്റ്റിൽ ഡിഫിക്കൽട്ട് തന്നെയാണ്. ഡിഫിക്കൽട്ട് തന്നെയാണ്. ഡിഫിക്കൽട്ട് തന്നെയാണ്. And how was the experience there? Because you're entering into this is your first movie in Malayalam. Was this language tough for you? Because the script is he's a legend. Yeah. He has written a lot of movies. So how was that the process? It's completely. Because especially the dialogues won't be so simple. It may be tough for you because it may mainly it's mainly focused on the politics and all. Correct. Yeah. So how was it for you? It's totally a wonderful experience for me because it's a lifetime experience for me. I'll do movies in future, but this film will remains a special film. How could you learn the dialogues? Dialogues and all, like George sir and the direction department all used to do me before and used to by heart and You used to understand the meaning I mean, like, you know, I used to ask before every scene George sir, like, you know, so what happened before the character and after the character. the entire context you will. Oh yeah, I would understand the entire the scene of the situation, like the emotional link of the characters and everything. Like George sir would explain me everything with a lot of patience and clarity actually, because I used to ask him so many questions because of the whole if one scene is happening, so I want to know what other character is saying, you know, because you know I have to react accordingly. So I would ask him so many questions. So he would explain me so many things, lot of patience and clarity. That made me so helpful and you know to help perform, you know, like as a boy also helped me a lot too, as a boy with lot of confidence. And the lines and all, like, you know, because I know Hindi and the Sanskrit and I'm a South Indian girl, so Malayalam is not so familiar for me. I knew the language because I've been listening it. The pronunciation is a problem for me, but otherwise, you know, if I know the meaning and all, if I by heart the lines, I can say it. So I did that because, you know, my first shot when I was doing with my father character Gopal sir and Surendra sir, I did it so well, you know, in Malayalam. They actually appreciated me and I seriously remember now also. So that way it is good. And what was the other question you asked? No, me, how was sir? that process learning Malayalam? That's all. Yeah. I'm learning Malayalam now actually, and the process is really good. I'm enjoying You it. started watching movies, Malayalam movies? I do watch a lot of movies, from old movies, black and white movies to now, like the latest one, I forgot the movie, in the Meaningful is like I watch all movies. I watch Madhu sir's movies and everything, like, but I can't name Remember the them, names. So sorry. Okay. Conclude here. ഇപ്പോൾ ഇതിലേക്ക് വരാനുള്ള കാരണം പുതുമുഖ നായികയായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഇത് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതുകൊണ്ടാണോ അതോ ആക്ടിങ്ങിന് മുമ്പ് പാഷനായിരുന്നോ, എന്തായിരുന്നു അതിൻ്റെ? ഞാൻ ആക്ച്വലി മൂവീസ് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സുരേന്ദ്രൻ ചേട്ടൻ ഓൾറെഡി ഈ മൂവിയിലേക്ക് എൻട്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോർജ് സാർ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ജോർജ് സാർ വിളിച്ചു, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. മനസ്സാർ ആണ് ക്യാമറയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. കാരണം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. ജോർജ് സാറിനെ പോലെ ലൊക്കേഷനിൽ വന്നിട്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു സാർ. ഇപ്പം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, എത്ര തവണ വേണമെങ്കിലും ചോദിക്കാം. അത്രയും നല്ല ക്ഷമയുണ്ട്. ഒരുപാട് സന്തോഷം. ഹീറോനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഹീറോ ആയിട്ട് വരുന്ന ആളൊക്കെ ചൂസ് ചെയ്തത് ആരാണ് അദ്ദേഹം? ഹീറോ എൻ്റെ മകനാണ്. അതിലും ഈ പറഞ്ഞ പോലെ മകനായതുകൊണ്ടല്ല, പുതുമുഖമാണോ? സിനിമയ്ക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ട് നടന്ന ആളാണ്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ശ്രീലങ്കൻ ഡയറക്ടർ സംവിധാനം ചെയ്തൊരു പടമുണ്ട്, തമിഴ് പടമുണ്ട്. അത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പോയി. അതിൽ ഇവൻ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഒപ്പം
അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമയെക്കുറിച്ചുള്ള ഒരു ബോധം, അതിൽ ക്യാമറാമാൻ ഒരു ഫ്രഞ്ചുകാരനായിരുന്നു, ഇത് പേര് എനിക്ക് ഓർമ്മയില്ല. അവരുടെയൊക്കെ വർക്ക് കണ്ട് ഒരു പാഷൻ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ എന്തായാലും സിനിമ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി കൊണ്ട് സാറും കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ ഇപ്പം ചെയ്യുന്നത് അല്ലേ? ഇനി എങ്ങനെയാണ് ഇനി തുടർന്നും സജീവമായിട്ട് ഇതുപോലെ പുതിയ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് സിനിമകൾ ചെയ്യുമോ? എങ്ങനെയാണ്? എപ്പോഴും ആഗ്രഹമുണ്ട്. നമ്മുടെ ആരോഗ്യവും മറ്റ് സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അനുസരിച്ച് അത് മാറിയെന്ന് വരും. ഈ പഴയ താരങ്ങൾ, ഇന്നത്തെ താരങ്ങൾ, പണ്ടത്തെ പുതുമുഖങ്ങൾ സാർ വർക്ക് ചെയ്തപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി പോലെയുള്ളവരുടെ അവരെയൊക്കെ ആയിട്ടൊരു സബ്ജക്റ്റൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ടോ? എഴുതാറുണ്ടോ? അവരുടെയൊക്കെ മുഖങ്ങൾ മനസ്സിൽ വരാറുണ്ടോ സ്ക്രിപ്റ്റൊക്കെ എഴുതുമ്പോൾ? അവരെയൊക്കെ കിട്ടിയാൽ വളരെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നെപ്പോലെ ഒരാൾക്ക് എളുപ്പമല്ല. അതുകൊണ്ട് സൗകര്യവും അതിൽ നിന്ന് മാറുക, പറ്റാവുന്ന പോലെ കൂടുതൽ സിനിമ ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ച് അവൈലബിൾ റിസോഴ്സിൽ സിനിമ ചെയ്യുക. എനിക്കതിന് ഒരു ഗുരുനാഥനായിട്ട് തോന്നുന്നത് കെ ബാലചന്ദ്രനാണ്, തമിഴിൽ. അദ്ദേഹം ആരെയൊക്കെ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിട്ട് ചെയ്യിച്ച് അവരെ വലിയ നടന്മാരാക്കി മാറ്റും. രജനീകാന്ത് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ രജനീകാന്ത് ഉണ്ടാവില്ല. കമലഹാസൻ, സുജാത, എത്രയോ ആൾക്കാർ. അതൊരു ഒരു സ്കൂൾ തലത്തിലുള്ള ഒരു അമിച്ചർ രീതി തെറ്റായിരിക്കാം, പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തായാലും എന്താണ് പ്രേക്ഷകരോട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തുകൊണ്ട് ഈ സിനിമ ഒന്ന് കാണണം സാറ് പറയാം. ഇത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ചിന്തിക്കാനുള്ള സിനിമ കൂടെയാണ്. ചിരി ഇതിനകത്ത് അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊരു സാധാരണ സ്ലാപ്സ്റ്റിക് ചിരിയല്ല, ഇതൊരു കറുത്ത ചിരിയാണ്. അത് കണ്ടു മറക്കല്ല, കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും വരും. അതെ, ഈ രോഷവും പ്രതിഷേധവും സർവരോഷവും ഒക്കെ കാണിക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ നിവൃത്തികേട് കൊണ്ട് ഒരു മനുഷ്യൻ പിന്നെ ചെയ്യുന്നത് ചിരിക്കുകയാണ്. ആ ചിരിയാണ് കറുത്ത ചിരിയെന്ന് ഞാൻ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിരി ഇവിടെ പലയിടത്തും ഉണ്ടാവും. ഇത് മനുഷ്യ മനസ്സിൽ ശരിയായി കാണുന്ന ഒരാളെ അലോസരപ്പെടുത്തും, അയാളെ ഹോൾഡ് ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് അനുഭവിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ന് എനിക്ക് അവരോട് അപേക്ഷിക്കുകയും വേണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.